الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تدخلوا بيوتا غير بيوتكم حتى تستأنسوا وتسلموا على أهلها ذلكم خير لكم لعلكم تذكرون. فإن لم تجدوا فيها أحدا فلا تدخلوها حتى يؤذن لكم وإن قيل لكم ارجعوا فارجعوا هو أزكى لكم والله بما تعملون عليم. ليس عليكم جناح أن تدخلوا بيوتا غير مسكونة فيها متاع لكم والله يعلم ما تبدون وما تكتمون. قل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم ذلك أزكى لهم إن الله خبير بما يصنعون. وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن إلا ما ظهر منها وليضربن بخمرهن على جيوبهن ولا يبدين زينتهن إلا لبعولتهن أو آبائهن وآباء بعولتهن وأبنائهن وأبناء بعولتهن أو أخوانهن أو بني إخوانهن أو بني أخواتهن ونسائهن أي ما ملكت أيمانهن أو التابعين غير أولي الإربة من الرجال أو الطفل الذي لم يظهروا على عورات النساء ولا يضربن بأرجلهن ليعلم ما يخفين من زينتهن. وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. صدق الله العظيم. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. കഴിഞ്ഞ ആഴ്ചയിൽ മനസ്സിൻ്റെ ചില തലങ്ങളെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി. അധമ മനസ്സും വിമർശക മനസ്സും സംതൃപ്ത മനസ്സുമാണ് മനുഷ്യനിലുള്ളത്. അധമ മനസ്സിൻ്റെ വികാരം താൽക്കാലിക ലാഭങ്ങളിലും ഭൗതിക സുഖഭോഗങ്ങളിലും ആയിരിക്കും എപ്പോഴും ഊന്നി നിൽക്കുക എന്നും, വിമർശക മനസ്സ് സത്യം, ധർമ്മം, നീതി, ന്യായം എന്നിവയിൽ ഊന്നി അനന്തമായ ജീവിത വിജയത്തിൻ്റെ താൽപ്പര്യങ്ങളുമായാണ് നീങ്ങുന്നതെന്നും, അതിനെ ആരെങ്കിലും പിന്തുടർന്നാൽ അവൻ സംതൃപ്ത മനസ്സിലേക്ക് എത്തുമെന്നും, അങ്ങനെ ദുനിയാവിലും ശേഷിച്ച ആഖിറത്തിലും സംതൃപ്തമായ ഒരു ജീവിതം ഉണ്ടാകുമെന്നും ഒക്കെ പറഞ്ഞു. ഇതൊക്കെ ആണെങ്കിലും മനുഷ്യ മനസ്സിൻ്റെ
നിഗൂഢതകളെക്കുറിച്ച് മനുഷ്യന് പൂർണ്ണമായും അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമായി തന്നെ അവശേഷിക്കുകയാണ്. മനസ്സിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അള്ളാഹു ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലും കൂടി പറഞ്ഞു തന്ന ഇത്തരം കുറേ കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷെ അതിനപ്പുറം ഒരുപാട് സംഗതികൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നുണ്ട്. മനസ്സ് ദൃഢമായി ഉറപ്പിച്ച ഒരു സംഗതി കുറേ മുന്നോട്ട് പോകുമ്പോൾ, സമയം മാറുമ്പോൾ, സാഹചര്യം മാറുമ്പോൾ അതില്ലാതായി പോവുകയും നമ്മൾ തീരുമാനിച്ചതിന് വിരുദ്ധമായി പലപ്പോഴും പ്രവർത്തിക്കുകയും അങ്ങനെ നഷ്ടം സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്നത് ജീവിതത്തിൽ സർവ്വസാധാരണമാണ്. അപ്പോൾ മനസ്സിൻ്റെ നിഗൂഢതകളെ പൂർണ്ണമായി അറിയാൻ കഴിയാത്തതുകൊണ്ട് ഈ പണ്ഡിതന്മാർ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കാനാണ് മനസ്സിൻ്റെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ കൂടുതൽ പര്യാപ്തം എന്ന നിഗമനത്തിലെത്തി. അങ്ങനെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. പെരുമാറ്റശാസ്ത്രം, ബിഹേവിയറൽ സയൻസ് എന്നാണ് അതിന് പറയാം. അത് മനഃശാസ്ത്രത്തിൻ്റെ ഒരു ഏരിയ തന്നെയാണ്. മനഃശാസ്ത്രം മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്വാധീനം ചെലുത്തുന്ന ഒരു വിജ്ഞാന ശാഖയാണ്. പണ്ടത് തത്വശാസ്ത്രവുമായി, ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പഠിക്കപ്പെട്ടിരുന്നത്. പിന്നീടാണ് മനഃശാസ്ത്രം ഒരു വിജ്ഞാന ശാഖയായി വളർന്ന് പന്തലിച്ചത്. ഇസ്ലാമിക ലോകത്ത് മനഃശാസ്ത്രത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ആദം നബിക്ക് കൊടുത്ത സന്ദേശം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ ഖുർആൻ വരെയുള്ള എല്ലാ മാർഗദർശനങ്ങളെയും മനുഷ്യ മനസ്സിൻ്റെ പ്രകൃതത്തെ കണക്കിലെടുത്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ മനഃശാസ്ത്രം നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിജ്ഞാന മേഖലയാണ്. പണ്ട് കാലത്തത് തത്വശാസ്ത്രം അല്ലെങ്കിൽ ഫിലോസഫിയുമായി ബന്ധപ്പെട്ടാണ് പഠിച്ചിരുന്നതെങ്കിലും ഇന്ന് മനഃശാസ്ത്രം വളരെ വിപുലമായ ശാഖകളുള്ള ഒരു വിജ്ഞാന ശാഖയാണ്. പക്ഷേ എങ്കിലും അതിൻ്റെ ശൈശവ ദശ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മനഃശാസ്ത്രം എന്നത് മനസ്സിനെ സംബന്ധിച്ചൊരു പഠനമായതുകൊണ്ട്, മനുഷ്യൻ്റെ പെരുമാറ്റം അതിൽ വരുന്നതുകൊണ്ട് മനഃശാസ്ത്രം പെരുമാറ്റ ശാസ്ത്രമാണ് എന്ന് ലോകത്ത് ആദ്യമായി പറഞ്ഞത് ഇമാം ഗസാലിയാണ്. ഇമാം ഗസാലിയാണ് ഇൽമുൽ നഫ്സ് എന്ന് പറഞ്ഞാൽ ഇൽമുൽ മുആമല, അതായത് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ബിഹേവിയറൽ സയൻസ് എന്ന് പറഞ്ഞു. വളരെ വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് വുഡ്സ്വർത്ത് എന്ന ഒരു മനഃശാസ്ത്ര ചിന്തകൻ, ആധുനിക ലോക മനഃശാസ്ത്ര ചിന്തകൻ പറഞ്ഞത് മനഃശാസ്ത്രം പെരുമാറ്റ ശാസ്ത്രമാണ്. ഒരുപാട് നൂറ്റാണ്ടുകൾ ഗസാലി ഇത് പറഞ്ഞതിന് ശേഷം, ഇമാം ഗസാലി ഇത് പറഞ്ഞതിന് ശേഷം ഒരുപാട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷമാണ് പൊതുചരിത്രത്തിൽ, പൊതുവിജ്ഞാന മേഖലയിൽ മനഃശാസ്ത്രം പെരുമാറ്റ ശാസ്ത്രമാണ് എന്ന ഒരു അഭിപ്രായം ഉണ്ടായത്. അതിനുശേഷം അത് വളർന്ന് JB വാട്സൺ എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്ര ചിന്തകൻ, ഇവാൻ പാവ്ലോ എന്ന് പറയുന്ന റഷ്യൻ മനഃശാസ്ത്ര ചിന്തകൻ, എല്ലാം വിളിച്ച് ബിഹേവിയറിസം, പെരുമാറ്റ ശാസ്ത്രം തന്നെ ഒരു പ്രത്യേക വിജ്ഞാന ശാഖയായി വളർന്ന് പന്തലിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ പെരുമാറ്റശാസ്ത്രം എന്തിനാണെന്ന് ചോദിച്ചാൽ, ഓരോ വ്യക്തിയും ഓരോ സന്ദർഭത്തിൽ, ഓരോ കാലഘട്ടത്തിൽ, ഓരോ പ്രായത്തിൽ, ഓരോ തരത്തിലാണ് പെരുമാറുക എന്നുള്ളതാണ്. അതായത് ശൈശവത്തിലുള്ള പെരുമാറ്റമല്ല ബാല്യത്തിലുണ്ടാവുമ്പോൾ, ബാല്യത്തിലുണ്ടായ പെരുമാറ്റമല്ല യുവത്വത്തിലാവുമ്പോൾ, യുവത്വത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്കാവുമ്പോൾ പെരുമാറ്റം മാറും. ശൈശവത്തിലെ പല പെരുമാറ്റങ്ങളും വാർദ്ധക്യത്തിൽ തിരിച്ചു വരികയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യൻ്റെ ഈ പെരുമാറ്റം എന്ന് പറയുന്നത് അവൻ്റെ ഉള്ളിലുള്ള ചോദന കൊണ്ട് ഉണ്ടാവുന്നതാണ് എന്നാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് എല്ലാത്തരം സംഗതികളും പെരുമാറ്റത്തിൽപ്പെട്ടു. ഓരോ തരം ആക്ടിവിറ്റി, നടത്തം, ഓട്ടം, ചാട്ടം, അതുപോലെയുള്ള കായികാധ്വാനമുള്ള കുറേ സംഗതികളുണ്ട്. അത് ഒരു തരം പ്രവർത്തനങ്ങളാണ്, മോട്ടോർ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയാം, ഒരു തരം പ്രവർത്തനം. അതേപോലെ വികാരം, വിചാരം, ചിന്ത, ആശ, ആശയം, അതൊക്കെ വേറെ തരം പ്രവർത്തനങ്ങൾ. ഭയം, പ്രതീക്ഷ മുതലായ വേറെ തരമാണ്. അതായത് വൈകാരികമായും കായികമായും ബൗദ്ധികമായും അങ്ങനെ 3 തലങ്ങളിലാണ് മനുഷ്യന് പെരുമാറ്റം ഉണ്ടാകുന്നതാണ്. വൈകാരികമായ പ്രവർത്തനങ്ങളെ നമുക്ക് പലപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിൽ പെട്ടെന്ന് ഉണ്ടാകുന്നതാണ്. കായികമായി പലപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ്, എഴുന്നേൽക്കണം എന്ന് തീരുമാനിച്ച് എഴുന്നേൽക്കണം, നടക്കണമെന്ന് തീരുമാനിച്ച് നടക്കുക. അതേസമയം വൈകാരികമായ സംഗതികളിൽ പെട്ടെന്നുണ്ടാകുന്ന ക്ഷോഭം. പക്ഷേ ഏത് സംഗതി എപ്പോൾ ഉണ്ടായിരുന്നാലും അത് മനുഷ്യൻ്റെ ആന്തരിക ചോദനയിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നാണ്. പുറമേ നിന്ന് എന്ന് നമ്മൾ കാണുന്നത്. ഒരാൾ നമ്മളെ ചീത്ത പറഞ്ഞു, അപ്പോൾ നമുക്ക് ചൂടായി, നമ്മൾ ഇവിടെ ചീത്ത പറഞ്ഞു.
പ്രത്യക്ഷത്തിൽ അയാൾ പറഞ്ഞതുകൊണ്ടാണ്. റീസൺ അതാണ്, ഖാസ് എന്നാണ് അത് പറയാം, കാരണം അതാണ്. അതിൻ്റെ റെസ്പോൺസ്, നമ്മുടെ പ്രതികരണം നമ്മൾ. പക്ഷേ ഇതിന് വളരെ അടിസ്ഥാനപരമായ ചില ആന്തരിക ഘടനകളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പറഞ്ഞിരിക്കുന്നു. വിഷയം ലേശം ആഴത്തിലുള്ളതായതുകൊണ്ട് ഒരല്പം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുകയും പെട്ടെന്ന് ഖുർആനിലേക്ക് പ്രവേശിക്കാൻ ഇത് എളുപ്പ വഴിയാവുകയും ചെയ്യുന്നു. നഫ്സും വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ ഖദ് ഖാബ മൻ ദസ്സാഹാ. നഫ്സിനെ കുറിച്ച്, മനസ്സിനെ കുറിച്ച് അത് പ്രപ്പോർഷൻ ചെയ്ത്, അതായത് നല്ല അന്യൂനമായിട്ടാണ് സൃഷ്ടിച്ചത്. ഒരു ന്യൂനതയും മനുഷ്യ മനസ്സിനില്ല, നന്മയിലേക്ക് ചായ്വുള്ളതാണ്. ഒരാളിൻ്റെ പെരുമാറ്റം ആന്തരിക ചോദനയെ അടിസ്ഥാനപ്പെടുത്തിയാകുമ്പോൾ അതിൽ അവൻ്റെ വിജ്ഞാനവും വിശ്വാസവും സ്വാധീനം ചെലുത്തും. ചുരുക്കത്തിൽ ഒരാൾ പെരുമാറുന്നത് കണ്ടാൽ, ഒരാളുടെ സ്വഭാവ പെരുമാറ്റങ്ങൾ കണ്ടാൽ നമുക്ക് അവൻ്റെ വിജ്ഞാനത്തിൻ്റെ ആഴം അളക്കാൻ പറ്റും, വിശ്വാസത്തിൻ്റെ തോത് മനസ്സിലാക്കാൻ പറ്റും. വളരെ അത്ഭുതകരമാണ്, വളരെ അത്ഭുതകരമാണ് സംഗതി. പെരുമാറ്റത്തിലൂടെയാണ് നമുക്ക്. ഇപ്പോൾ ഒരാൾ കാണുമ്പോൾ പുഞ്ചിരിച്ചു, അസ്സലാമു അലൈക്കും, ഇതാ വളരെ 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 ലളിതമായി അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച, നിന്റെ സഹോദരനെ കാണുമ്പോൾ നീ പുഞ്ചിരിയോടെ സ്വീകരിക്കുന്നത് അത് പുണ്യമാണ്, സദഖയാണ്. അപ്പോൾ അതിൽ പുഞ്ചിരി എന്ന് പറയുന്നത് ഭൗതികമായ എന്തെങ്കിലും ലാഭേച്ഛ ഉദ്ദേശിച്ചല്ല, അത് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു, സദഖയാണ്. ദുനിയാവിൽ ആശ്വാസം, പരലോകത്ത് പ്രതിഫലം. ഒരാളിൻ്റെ മുഖത്ത് ദേഷ്യപ്പെട്ട് നോക്കുന്നതിനേക്കാൾ ആനന്ദകരമാണ് പുഞ്ചിരി എന്നുള്ളത്. അപ്പോൾ ഈ പെരുമാറ്റ ശാസ്ത്രത്തിന് അള്ളാഹു ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ അടിസ്ഥാനപരമായ സംഗതിയാണ്. ഒരു സത്യവിശ്വാസി അയാളുടെ സഹോദരൻ്റെ മുഖത്ത് നോക്കിയാൽ, മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കിയാൽ എന്ന് വിശാൽ പറയും, പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുക. രൂക്ഷമായി, ആവശ്യമില്ലാതെ രൂക്ഷമായി നോക്കുന്നത് പാപത്തിന് കാരണമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ഓഫീസിലേക്ക് കയറി ചെല്ലുകയാണ്. ഓഫീസിൽ ആളുകളെ സ്വീകരിക്കാനാണ് മനുഷ്യന്മാരിരിക്കുക. അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു സാധാരണ സഹായം ആവശ്യപ്പെട്ട് പോകുന്ന ഓഫീസാണെങ്കിൽ ഒരു അപേക്ഷയായിട്ട് പോകാം. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഓഫീസർക്ക് താല്പര്യം ഉണ്ടാവില്ല, അയാളുടെ ഒരു നോട്ടം ഉണ്ടാവും. ലോകത്തിലെ ഏറ്റവും ക്രൂരനായ ശൗര്യനായ മൃഗം നോക്കുമ്പോൾ ഒരു നോട്ടം, എന്താണ് അങ്ങോട്ട് കയറി വന്നത്. ജനങ്ങളുടെ പൈസ വാങ്ങി ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ അവിടെ ജനസേവനത്തിന് ആ സേവനം ആവശ്യപ്പെട്ട് ചെല്ലുന്ന ആളിൻ്റെ മുഖത്ത് നോക്കുന്ന നോട്ടം, അതായത് ഇപ്പം നമുക്ക് മനസ്സിലായി മനുഷ്യന്മാരെ എങ്ങനെയാണ് വരുന്നത്. പെരുമാറ്റശാസ്ത്രം, സത്യവിശ്വാസത്തിൻ്റെ പെരുമാറ്റശാസ്ത്രം എങ്ങനെയാണ്, സത്യനിഷേധത്തിൻ്റെ പെരുമാറ്റശാസ്ത്രം എങ്ങനെയാണ്, നിഫാഖിൻ്റെ പെരുമാറ്റശാസ്ത്രം എങ്ങനെയാണ് എന്ന് ഖുർആനിലും ഹദീസുകളിലും ധാരാളമായി വിശദീകരിക്കുന്നു. ഇപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുക. പിന്നെ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു ആശംസയാണ്. അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ. അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലായാൽ ഒരു കുളിര് ആ വാക്കിനോടൊപ്പം ഹൃദയത്തിലേക്ക് അങ്ങോട്ട് വരും. എന്തെല്ലാം വേദനകളുമായിട്ടാണ് പോണതെങ്കിലും അള്ളാഹു നിങ്ങളെ സഹായിക്കട്ടെ എന്ന്, അള്ളാഹു നിങ്ങളെ സമാധാനിപ്പിക്കട്ടെ എന്ന്, അവനുള്ള ശാന്തി നിങ്ങൾ ചൊരിഞ്ഞിരട്ടെ എന്ന് ഒരാൾ ഹൃദയംഗമമായി ആശംസിക്കുന്നത് യഥാർത്ഥ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുമ്പോൾ അറിയാതെ ഒരു കുളിരിൽ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. മനുഷ്യബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കാൻ പെരുമാറ്റത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നത് സംബന്ധിച്ച് നന്നായി അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകൻ വഴി പഠിപ്പിച്ചതാണ്. അപ്പോൾ ആധുനിക മനഃശാസ്ത്ര വിശാരദന്മാർ ഈ അടുത്ത കാലത്ത് മാത്രം മനസ്സിലാക്കിയ കുറേ സംഗതികളുണ്ട്. അതിന് എത്ര അടുക്കും ചുറ്റോടുകൂടിയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും വിനാശകരമായ കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് കുത്തഴിഞ്ഞ ലൈംഗിക അരാജകത്വം. ഒരു ജനതയുടെ നാശത്തിന് ഹേതുവാകാവുന്ന ഒരു സംഗതിയാണ് അവരുടെ ലൈംഗിക സദാചാരമില്ലായ്മ എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ മുതൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ അമിതമായ ലൈംഗിക ആസക്തി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളാണ് കാണുന്നത്. അത് പത്രമാസികളിലായിരുന്നാലും ഇൻ്റർനെറ്റിലായിരുന്നാലും ടി വിയിലായിരുന്നാലും സിനിമയിലായിരുന്നാലും സീരിയലിലായിരുന്നാലും ഏത് സ്ഥലത്തും. എന്തിനധികം കച്ചവട സ്ഥാപനങ്ങളിൽ അവരുടെ സാധനങ്ങൾ വിറ്റിട്ട് സോപ്പിൻ്റെ പരസ്യം കാണിക്കുന്നുണ്ട്, അതുപോലെ വസ്ത്രങ്ങളുടെ പരസ്യം കാണിക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമ്മളൊക്കെ അതിൽ ഭാഗഭാക്കാകുന്നുണ്ടെന്നാണ്. അവിടെ മനുഷ്യൻ്റെ ഈ മോശമായ വികാരങ്ങളെ അനവസരത്തിൽ ഉദ്ദീപിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങളും കാര്യങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈംഗിക സദാചാരം
സൂക്ഷിക്കാത്ത ഒരു സമൂഹം ഒരിക്കലും മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. പുരോഗതിയിൽ ഭൗതികമായ ഒരുപാട് പുരോഗതി ഉണ്ടാക്കിയാലും പുരോഗതിയുടെ പാതയിൽ മുന്നോട്ട് പോകുമ്പോൾ അധപതനം അനിവാര്യമായി മാറും എന്നുള്ളതാണ്. ലോക ചരിത്രം അതിന് സാക്ഷിയാണുള്ളത്. അപ്പോൾ ലൈംഗിക സദാചാരം വളരെ അനിവാര്യമായ ഒരു സംഗതി ആയതുകൊണ്ട് അത് വളരെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഒരുപാട് നിർദ്ദേശമുണ്ട്. വേറെ ഒരുപാട് പെരുമാറ്റ രീതികളെ സംബന്ധിച്ച് പലതും പറയുന്ന കൂട്ടത്തിൽ ഖുർആൻ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പറഞ്ഞ ഒരു സംഗതിയാണ് സൂറത്ത് നൂറിലൂടെ വിശദീകരിക്കുന്നത്. ഈ സംഭവം നിങ്ങൾക്ക് അറിയുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിൻ്റെ കൂടെ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുകയും പട്ടാളക്കാരൊക്കെ തിരിച്ചു പോകുമ്പോൾ അവരുടെ രാത്രിയിൽ നെക്ലസ് കളഞ്ഞു പോവുകയും നെക്ലസ് അന്വേഷിച്ച് പോകുമ്പോൾ അവരുടെ ഒട്ടകക്കട്ടിൽ മറ്റുള്ളവരെടുത്തുകൊണ്ട് പോവുകയും തിരിച്ചു വന്നപ്പോൾ അവർ ഒറ്റയ്ക്ക് ഇരുന്നു. ഒട്ടകക്കട്ടിൽ കണ്ടില്ല, അവിടെ ഇരുന്നു. അവസാനം എല്ലാം പരിശോധിച്ച് വരാമെന്ന ഒരു സഹാബി ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വന്നപ്പോൾ ഒരാളിങ്ങനെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് എന്തോ ഒരു ഒച്ചുണ്ടാക്കി സുബ്ഹാനല്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്തോ പറഞ്ഞു. അപ്പോൾ ആയിഷയാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ഒട്ടകക്കട്ടിൽ കയറ്റി മദീനയിലെത്തി. നേരം എടുത്തപ്പോൾ മദീനയിലെത്തി. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന മുനാഫിഖുകളുടെ നേതാവ് ഇത് കണ്ടിട്ട് ആയിഷ, പരമപരിശുദ്ധയായ ഉമ്മഹാത്തുൽ മുഅ്മിനായ ആയിഷയെ സംബന്ധിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കി. അത് മദീനയിലാകെ ചുറ്റിയടിച്ചു. മുസ്ലിം സമൂഹത്തിൻ്റെ ഭാഗങ്ങളിലും ഭയങ്കരമായ പ്രശ്നമുണ്ടായി. അബൂബക്കറിൻ്റെ മകളാണ് ആയിഷ, റസൂലിൻ്റെ ഭാര്യയാണ്. അവർ തമ്മിലുള്ള ബന്ധത്തിന് പ്രശ്നമുണ്ടായി. അലിയുമായിട്ട് അഭിപ്രായം ചോദിച്ച ഭാര്യ പ്രശ്നമുണ്ടായി. 29 ദിവസം അത് മദീന സമൂഹത്തെ ആകെ പിടിച്ച് കുലുക്കിയ മഹാനായ പ്രവാചകന്റെ പതിവ്രതയായ ഭാര്യയെക്കുറിച്ച് ആരോപണം ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ കുത്തഴിഞ്ഞ ഒരു ലൈംഗിക രീതിയൊന്നും മദീനയിലായിരുന്നു. മാഹിലിയതൊക്കെ മാറ്റി വന്ന ഒരു സമൂഹമായിരുന്നു. എന്നിട്ടും അവിടെ ഇതൊക്കെ പ്രചരിക്കുകയും അവിടെ സംഗതികളൊക്കെ ഉണ്ടാവുകയും ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് പറഞ്ഞത്, ആ സംഭവങ്ങൾ നിങ്ങൾക്ക് ദോഷമാണ് നിങ്ങൾ വിചാരിക്കേണ്ട, അത് നിങ്ങൾക്ക് നല്ലതിനാണ്. കാര്യം ഒരുപാട് കാര്യങ്ങൾ അതുവഴി പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് സൂറത്തിനുള്ളിൽ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദാചാരത്തിൻ്റെ ചില പെരുമാറ്റ രീതികൾ, പെരുമാറ്റശാസ്ത്രം, സത്യവിശ്വാസി സമൂഹത്തിൽ ലൈംഗിക സദാചാരം കാത്തു സൂക്ഷിക്കുന്നതിന് അനിവാര്യമായ ചില സംഗതികൾ അല്ലാഹു തആല പറയുന്നു. അതാണ് ഞാൻ സൂറത്ത് നൂറിൽ നിന്ന് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബിയൂതൻ ഗൈറ ബിയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ. ആദ്യം തന്നെ പറയണം, നിങ്ങളുടേതല്ലാത്ത വീട്ടിൽ അങ്ങ് ചാടി കയറുകയാണ്. അവിടെ വീട്ടിൽ നിങ്ങൾ അങ്ങ് ചെന്ന് കയറരുത്. നിങ്ങളുടേതല്ലാത്ത വീട്ടിൽ അവിടെ പോയി അനുവാദം വാങ്ങി സലാം പറഞ്ഞതിന് ശേഷമേ നിങ്ങൾ അതിനകത്ത് കയറാവൂ. കാരണം വീട്ടിൽ പല സംഭവങ്ങളുണ്ടാവും, വീട്ടിൽ സ്ത്രീകളുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. ഒരു വീട്ടിൽ ഒരാൾ കയറി ചെല്ലുമ്പോൾ അതിൻ്റെ മര്യാദ, അതായത് ഈ ലൈംഗിക സദാചാരം സൂക്ഷിക്കുന്നതിന് സമൂഹം അനുവർത്തിക്കേണ്ട ചില മര്യാദകളിൽ പെട്ട ഒരു മര്യാദയായി ഫർളായി അല്ലാഹു തആല പ്രഖ്യാപിച്ചത്, നിങ്ങളൊരു വീട്ടിൽ നിങ്ങളുടേതല്ലാത്ത ഏത് സ്ഥലത്ത് ചെന്ന് കയറുമ്പോഴും അവിടെ നിങ്ങൾ അനുവാദം ചോദിക്കണം, അവർക്ക് സലാം ചൊല്ലിക്കണം. ദാലികും ഖൈറുൽ ലക്കും ലഅല്ലക്കും തദക്കറൂൻ. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു തരികയാണ്, ഇതാണ് നിങ്ങൾക്ക് നല്ലത്. വളരെ നല്ല ഹൃദയസ്പർശമായ ഉപദേശമാണ്. ഒരു വീട്ടിലും അനുവാദം കൂടാതെ ചെന്ന് കയറിക്കളയരുത്. വല്ലം തഫിഹാ അഹദൻ, അവിടെ നിങ്ങൾ ചെന്നപ്പോൾ വെള്ളമൊക്കെ അടിച്ച് ആരും കാണുന്നില്ല എങ്കിൽ ഫലാ തദ്ഖുലുഹാ, അവിടെ നിങ്ങൾ കടക്കരുത്. ഹത്താ യുഅ്ദന ലക്കും, നിങ്ങൾക്ക് അനുമതി ലഭിക്കുന്നതുവരെ അവിടെ കടന്നുകളയരുത്. ഈ ജനലിൽ കൂടെ അങ്ങനെ ഉള്ളിൽ തുറന്നു നോക്കുക, അതിൽ കൂടെ ആളുടെ നോക്കുക, ആ ഒക്കെ പണിയൊന്നും ചെയ്യേണ്ട. നിങ്ങൾ എന്ത് വളരെ പ്രാധാന്യമുള്ള കാര്യത്തിന് പോകുന്നത് ആളായാലും, കാരണം അള്ളാഹ്ക്കത് അറിയാത്തതുകൊണ്ടല്ലേ പറഞ്ഞു, വളരെ അത്യാവശ്യമാണ് എനിക്ക്, അതുകൊണ്ട് ജനലിൽ കൂടെ നോക്കേണ്ടി വന്നു എന്ന് പറയാൻ വകുപ്പില്ല. കാരണം എല്ലാം അറിയുന്ന അള്ള പറയാണ്, നിങ്ങളെ അത്യാവശ്യവും നിങ്ങളെ ആവശ്യവും ഒക്കെ തീരുമാനിക്കും, നമ്മുടെ ആവശ്യമൊക്കെ തീരുമാനിക്കും അള്ള പറയാൻ. നിങ്ങൾ ആരും കണ്ടില്ലെങ്കിൽ അങ്ങോട്ട് കടക്കരുത്, നിങ്ങൾ മറുഭാഗത്തൂടെ പോകരുത്, നിങ്ങൾ പിൻപോവാം. അനുമതി കിട്ടുന്നവരെ കടക്കരുത്. ഇൻകയിലൊക്കെ മറിഞ്ഞു. ചിലപ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടാവും, കുട്ടികളുണ്ടാവും, പെണ്ണുങ്ങളുണ്ടാവും, അവർ ആണുങ്ങളായിരിക്കും വന്നിട്ടുണ്ടാവും. വാതിൽ തുറന്നിട്ട് ചോദിക്കും, ഇവിടെ ആളില്ല കേട്ടോ, മടങ്ങിക്കോളെ മറിഞ്ഞു, നിങ്ങൾ അപ്പം തന്നെ മടങ്ങിക്കൊള്ളണം. ഇവിടെ ഇപ്പോൾ വേണ്ടപ്പെട്ടങ്ങൾ അന്വേഷിച്ച് വരുന്ന ആളില്ല എന്നാണ് വീട്ടുകാരിൽ നിന്നുള്ള ഒരു അഭിപ്രായമെങ്കിൽ ഫർജു, വളരെ ചെറിയ സംഗതിയായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അല്ലാഹു തആല ഖുർആനിലൂടെ റസൂലിൻ്റെ വായിലൂടെ ഇങ്ങനെ പറഞ്ഞു തരാ. ഫർജു, അത് നിങ്ങൾ മടങ്ങിക്കൊള്ളുക. ദാലിക അസ്കാ ലക്കും, അതാണ് നിങ്ങൾക്ക് ശുദ്ധമായ പരിശുദ്ധമായ നടപടി. വല്ലാഹു ബിമാ തഅമലൂന അലീം, നിങ്ങൾ ചെയ്യുന്നതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി അറിയുന്നവനാണ്.
ലൈസ അലൈക്കും ജുനാഹൻ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, അൻ തദ്ഖുലൂ ബയൂതൻ ഗൈറ മസ്കൂനത്തിൻ ഫിഹാ മതാഉൻ ലക്കും വല്ലാഹു യഅലമു മാ തുബ്ദൂന വമാ തക്തുമൂൻ. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ള ചില സ്ഥലങ്ങളിൽ അവിടെ ആൾപ്പാർപ്പൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പൊതുസ്ഥാപനങ്ങൾ, പാർട്ടി ഓഫീസുകൾ, സംഘടനാ ഓഫീസുകൾ, പത്ര ഓഫീസുകൾ, ഇങ്ങനെ അവിടെ മനുഷ്യന്മാർ താമസിക്കുന്ന സ്ഥലമല്ല. നിങ്ങൾക്ക് പല സംഗതികളുണ്ട്. അവിടെ നിങ്ങൾ അനുവാദം ചോദിച്ച് കാത്തുനിന്ന് കയറണമെന്ന് ശറഅയിൽ നിയമമില്ല. ഒരാളൊരു സംഘടനയായിട്ട് ബന്ധപ്പെട്ട് വന്ന് ഓഫീസിലേക്ക് കയറുക പ്രശ്നമില്ല. അവിടെ ചെന്ന് കാണുമ്പോൾ മനുഷ്യനോട് സാധാരണ നിലയിൽ പറഞ്ഞ് അസ്സലാമു അലൈക്കും പുഞ്ചിരിയും അതൊക്കെ വേണ്ടിയത്. അകത്ത് കടക്കാൻ അനുവാദം വേണ്ടതില്ല. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, എനിക്കൊരു വീടുണ്ട്, ഞാനത് വാടകയ്ക്ക് കൊടുത്തു, അവിടെ വേറെ ആൾ താമസിക്കാൻ പോകാൻ പറ്റില്ല, അനുവാദം ഇല്ലാതെ അതിനകത്ത് കയറാൻ പറ്റില്ല, സാമാന്യ നിലയ്ക്ക് തന്നെ. അപ്പോൾ അവിടെ മസ്കൂനത്ത്, അവിടെ താമസം, മനുഷ്യന്മാർ സ്ഥിരമായി താമസിക്കുന്ന സ്ഥലമാണ്. എൻ്റെ വീടാണെങ്കിലും അവിടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ നമുക്ക് ആവശ്യമുണ്ടെങ്കിലും അനുവാദം വാങ്ങേണ്ടതുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഗതികൾ, ആ സംഗതികൾ ശ്രദ്ധിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ അടിസ്ഥാനപരമായി ചെയ്യേണ്ട ചില സംഗതികളാണ്. ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, വേറെ ചില കാര്യങ്ങൾ പറയാൻ്റെ മുഖവുരായിട്ടാണ് ഇത് പറഞ്ഞത്. ഖുലിൽ മുഅ്മിനീന യഗ്ളുദൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറുൻ ബിമാ യസ്നഊൻ. സത്യവിശ്വാസികളോട് പറയാം, അവരിങ്ങനെ നടന്നു പോകുമ്പോൾ കണ്ണ് താഴ്ച പറഞ്ഞാൽ ഇങ്ങനെ കുനിഞ്ഞു നടക്കണം എന്നല്ല പറഞ്ഞു. പെണ്ണുങ്ങൾ, സ്ത്രീകൾ വരികയാണെങ്കിൽ അവരുടെ നേരെ തുറിച്ച് നോക്കുന്ന ഒരു സ്വഭാവത്തിൽ നടക്കരുത്, തുറിച്ച് നോക്കരുത്, കണ്ണ് താഴ്ത്തി കളയാ. സത്യവിശ്വാസികളോട് അങ്ങനെ പറയാം. ഫദ്ൽ ഇബ്നു അബ്ബാസ് തോന്നുന്നു റസൂലിൻ്റെ കൂടെ ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ, മക്കം ഫതഹിൻ്റെ ഏതോ സന്ദർഭത്തിലാണ്, അകലെ സ്ത്രീകൾ നിൽക്കുമ്പോൾ ഫദ്ലിൻ്റെ അബ്ബാസിൻ്റെ മകൻ അങ്ങോട്ട് നോക്കിയപ്പോൾ റസൂൽ ഒരു തൂവാലെടുത്തിട്ട് ഇങ്ങനെ പിടിച്ചു കണ്ണിൻ്റെ നേരെ. അതായത് അങ്ങോട്ട് നോക്കണ്ട എന്ന് പറഞ്ഞ് പിടിച്ച് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തു. മനഃപൂർവ്വം നോക്കുന്നു. അലിയെ ഒരു കാണൽ നിനക്ക് അനുവദിച്ചിരിക്കുന്നു, നോട്ടം പാടില്ല എന്ന് മറ്റൊരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു കാണുകയും നോക്കുകയും ചെയ്യുന്നത് രണ്ടാണ്. കണ്ണ് പരസ്പരം കണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ നോട്ടം വേറെ, കാണൽ വേറെ. കാണൽ ഒരു ജനറലായിട്ട് കാണുകയാണ്. നോക്കണം എന്ന് പറഞ്ഞാൽ ഒരു പർപ്പസ്ഫുൾ, പർട്ടിക്കുലറായിട്ട് ഉദ്ദേശപൂർവ്വം ചെയ്യുന്നതിനാണ് നോട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യരുത് എന്ന് സത്യവിശ്വാസികളായ പുരുഷന്മാരോട് ഉപദേശിക്കുക പ്രവാചകരെ. ഫുറൂജഹും, അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ അവർ സൂക്ഷിക്കുക. വിശദീകരിക്കേണ്ടാത്ത വണ്ണം വിശദമാണ് യഥാർത്ഥത്തിൽ അത് പറഞ്ഞാൽ. ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത് അതാണ് ഏറ്റവും പരിശുദ്ധമായ നടപടി. വഖുലിൽ മുഅ്മിനാത്ത്, പെണ്ണുങ്ങളോടാണ് ഇതിൽ ഗൗരവപരമായ കൂടുതൽ സംഗതികൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ, ഇപ്പം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഒരുപാട് അവയവങ്ങളുണ്ട്. ഈ കണ്ണ്, മൂക്ക്, ചെവി ഒക്കെ ഒരുപാടുണ്ട്. പക്ഷെ കണ്ണിന് നോക്കിയ ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് വളരെ മാർദ്ദവമേറിയ സംഗതിയാണ്, പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട കാര്യം. മനുഷ്യനിൽ അങ്ങനെയാണ്. ഈ മനുഷ്യനിൽ ഇപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കണ്ണ് എന്നതുപോലെയാണ് പെണ്ണ്. അതായത് വളരെ സോഫ്റ്റാണ്, പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട സംഗതിയാണ്. അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ തുറന്നു നോക്കാൻ പറ്റൂല, കണ്ണ് അങ്ങനെ അടക്കടക്കറിഞ്ഞ. അതുപോലെ തന്നെയാണ് സ്ത്രീകൾ. പുരുഷനും സ്ത്രീയും എന്ന് പറഞ്ഞത് മനുഷ്യൻ്റെ രണ്ട് ഭാഗങ്ങൾ. അതിൽ സോഫ്റ്റായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പാർട്ടാണ് പെണ്ണ്. അതിൽ അവിടെ ലൈംഗികത, മനുഷ്യൻ്റെ നിലനിൽപ്പ്, അടിസ്ഥാനം, മാതൃത്വം, ഇങ്ങനെ ഒരുപാട് സംഗതികളുമായി ബന്ധപ്പെട്ടതുകൊണ്ട് കൂടുതൽ കരുതൽ നടപടികൾ സ്വീകരിക്കേണ്ടത് അവരാണ് എന്ന് നമ്മുടെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. സ്വതേ വെളിവായ ചില ഭാഗങ്ങളുണ്ട്, അതിൽ നിന്ന് അതൊഴികെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും സ്ത്രീകൾ പുറത്ത് മറച്ചുകൊണ്ട് നടക്കണം എന്നതാണ്. അപ്പൊ സ്വതേ വെളിവായത് എന്നുള്ളതിനെ കുറിച്ച് പണ്ഡിതന്മാർ, സ്വാഭാവികമായിട്ടും പണ്ഡിതന്മാർക്കുണ്ടല്ലോ ചർച്ച. അവസാനം കുറെ ആളുകൾ പറഞ്ഞ് എല്ലാം കൂടെ അവിടെ മൂടി നടക്കണം പുറത്തിറങ്ങുമ്പോൾ, അകത്ത് നിൽക്കുമ്പോഴാണ്. എന്തായിരുന്നാലും ഖുർആന്റെ ആ വാക്കിൽ നിന്ന് നേരെ മനസ്സിലാകുന്ന മുൻകൈയും മുഖവും നമ്മൾ സ്വതേ വെളിവാകുന്ന സംഗതിയാണ്. മുഖം വെളിവായതിന് ഒരുപാട് തെളിവുകളുണ്ട്. കാരണം പെണ്ണുങ്ങൾ മുഴുവൻ മുട്ടാക്കട്ട് മൂടിയിട്ടാണ് ഇരിക്കണമെങ്കിൽ റസൂലിന് പേരെടുത്ത് വിളിക്കാൻ പറ്റില്ല. റസൂൽ ഇങ്ങനെ ഇരിക്കുന്ന സദസ്സിൽ സ്ത്രീകൾ വരുമ്പോൾ അഹ്ലൻ ബികി യാ ഫാത്തിമ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട മകൾ ഫാത്തിമയെ, അത് ഫാത്തിമയാണോ, ആയിഷയാണോ, സൈനബയാണോ, മൈമൂനയാണോ, ഹഫ്സയാണോ എന്നൊക്കെ തിരിച്ചറിയണമല്ലോ റസൂലിന്. അതിൽ നമുക്ക് മനസ്സിലാക്കാം ഫാത്തിമയാണ് വന്നത്, ആയിഷയാണ് വന്നത്, സൈനബയാണ് വന്നത്, അല്ല ഖൈസന്റെ മകളാണ് വന്നത് എന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് റസൂൽ സംബോധന ചെയ്തതെന്ന് മനസ്സിലാവുന്നത് റസൂലിൻ്റെ കാലഘട്ടത്തിൽ മുഖം കംപ്ലീറ്റ് ഇങ്ങനെ മൂടി നടക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ മുൻകൈയും മുഖവും ഒഴികെയുള്ള ഭാഗങ്ങൾ അവർ മറച്ചു വെക്കണം. വലാ യുബ്ദീന സീനതഹുന്ന, അവരുടെ സൗന്ദര്യം അവർ പ്രദർശിപ്പിക്കരുത്.
ഇല്ലാ മാ ലഹറ മിൻഹാ വൽയദ്രിബിന ബിഖുമരിഹിന്ന അലാ ജിയൂബിഹിന്ന, അവരുടെ ഈ മക്കനെന്നോ അല്ലെങ്കിൽ തലയിലുള്ള തട്ടം തന്നെ താഴ്ത്തിയിടണം എന്ന് പറയാം. അതായത് ഇതുവരെയുള്ള ഒരു വസ്ത്രവും പിന്നെ തലയിൽ വേറൊരു വസ്ത്രവും ഇട്ടുകൊണ്ട് പറ്റില്ല എന്നുള്ളതാണ്. അത് ഇടാത്തവരാണ്. കാരണം അവരുടെ ശരീരത്തിൽ മനുഷ്യനാവശ്യമായ സംഗതികൾ, അവരുടെ നെഞ്ചിൻ്റെ ഇത് ഈ കഴുത്തും ഇതുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഷേപ്പ് ഏതാണ്ട് ഇങ്ങനെ നിലയ്ക്ക് വരണതാണ് അള്ളാഹു തആല സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നെഞ്ചിൻ്റെ ഉന്തി നിൽക്കുന്ന ഭാഗം പുറത്ത് കാണിക്കരുത്. അത് ഏറ്റവും ആകർഷണീയമായ ഒരു ഭാഗമാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആകർഷണത്തിന് കൂടുതൽ സൗകര്യമുള്ളതാണ്. അതുകൊണ്ട് എന്ന് എടുത്ത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല തട്ടം തലയിലിടുന്നത് തന്നെ നെഞ്ചിലേക്ക് താഴ്ത്തിയിടണം. വലായുബദീന സീനതഹുന്ന, അവരുടെ ഈ സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ പാടില്ല. ഇല്ലാ ലിബുഉലതിഹിന്ന, അവരുടെ ഭർത്താക്കന്മാർ, ഔ ആബാഇഹിന്ന, അവരുടെ പിതാക്കൾ, ഔ ആബാഇ ബുഉലതിഹിന്ന, ഭർതൃപിതാക്കന്മാർ, ഔ അബ്നാഇഹിന്ന, പുത്രന്മാർ, ഔ അബ്നാഇ ബുഉലതിഹിന്ന, ഭർത്താക്കന്മാരുടെ പുത്രന്മാർ എന്ന് വെച്ചാൽ വേറെ ഭാര്യയിലുണ്ടായ പുത്രന്മാരുണ്ടാവില്ലേ. ഔ ഇഖ്വാനിഹിന്ന, സഹോദരന്മാർ, ഔ ബനി ഇഖ്വാനിഹിന്ന, സഹോദര പുത്രന്മാർ, ഔ ബനി അഖ്വാതിഹിന്ന, സഹോദരി പുത്രന്മാർ, ഔ നിസാഇഹിന്ന, അല്ലെങ്കിൽ അവരുടെ തോഴിമാരോ കൂടെയുള്ള മുസ്ലിം സ്ത്രീകളോ, ഔമാ മലകത അയ്മാനുഹുന്ന, അവരുടെ അടിമകൾ, അവിത്താബിഈന ഗൈറ ഉലിൽ ഇർബതി മിനർ റിജാൽ, അതായത് ലൈംഗിക ആസക്തിയൊക്കെ നഷ്ടപ്പെട്ടു പോയ പുരുഷന്മാരായ പരിചാരകന്മാർ, അവിത്ഫിലിൽ ലദീ ലം യദ്ഹറു വലാ ഔറാത്തിൻ നിസാ, സ്ത്രീകളുടെ ലൈംഗിക രഹസ്യം സംബന്ധിച്ച് ബോധം നൽകപ്പെട്ടിട്ട് കിട്ടിയിട്ടില്ലാത്ത ചെറിയ കുട്ടികൾ, അത്തരം ആളുകൾ ഒഴിച്ച് എണ്ണി പറഞ്ഞു ഇത്തരം ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ളവരുടെ ആരുടെയും മുന്നിൽ അവർ യഥാർത്ഥത്തിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല. ഇന്നിപ്പോൾ ഒരുപാട് ബലാത്സംഗ കേസുകൾ, കൊലപാതക കേസുകൾ, പീഡന കേസുകൾ ഒരുപാട് അഴിഞ്ഞാടി കളിച്ച് ഒരു കൊളമായി പ്രശ്നമായി പോലീസ് പിടിക്കുമ്പോൾ പീഡിപ്പിച്ചു എന്ന് പറയും. യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് വളരെ പ്രൊട്ടക്റ്റീവായിട്ട് കൊണ്ടു നടക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച സംഗതിയാണ്. ലോകത്താകമാനം അതാണ് വയലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതാണ് ഈ സമൂഹത്തിൻ്റെ ലൈംഗിക അരാജകത്വത്തിൻ്റെ അടിസ്ഥാന കാരണവും. അത് വളരെ കർശനമായി അല്ലാഹു തആല നിർദ്ദേശിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടപ്പിലാക്കുകയും ചെയ്ത സംഗതിയാണ്. ഈ സമുദായത്തിൽ പോലും ഇത് ഈ തരത്തിലുള്ള കർശനമായ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് നമ്മുടെ വീടുകളിലും അങ്ങാടികളിലും റോഡിലും ഒക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതിയാണ്. അതായത് അവരുടെ സൗന്ദര്യത്തെ, ശരീരത്തെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു തരത്തിൽ കാലിന് പാദസരം ഉണ്ടാക്കിയിട്ട് കാലടിച്ച് നടക്കരുത്. കാലടിച്ച് നടക്കൽ മാത്രമല്ല, എല്ലാ തരം അംഗവിക്ഷേപങ്ങളും, കണ്ണുകൊണ്ടോ ചുണ്ടുകൊണ്ടോ കൈകൊണ്ടോ നടക്കുന്ന എല്ലാ അംഗവിക്ഷേപങ്ങളും ഹറാമാണ് എന്നാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പെണ്ണുങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കണം. വീട്ടിലൊരാൾ വന്നു കഴിഞ്ഞാൽ ഹാഫ് ഡോർ അടച്ചു വെച്ചിട്ട് സംസാരിക്കണം. ഇതൊക്കെ പെണ്ണിനെ കെട്ടിപ്പൂട്ടിയിട്ട് സ്വാതന്ത്ര്യമില്ലാത്ത അടച്ചിട്ട് മൃഗമായി വളർത്താനല്ല. യഥാർത്ഥത്തിൽ പെണ്ണിൻ്റെ പാതിവൃത്യം, പവിത്രതയും കുടുംബത്തിൻ്റെ സംസ്കരണവും ആ സൗഹൃദവും ഒക്കെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഏറ്റവും ഉത്തമമായ പെണ്ണിന് പ്രൊട്ടക്ഷനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ പുറത്തിറങ്ങി പോയിട്ട് എന്നെ അവൻ പിടിച്ചുകൊണ്ട് പോയി മറ്റാൾ ബലാത്സംഗം ചെയ്ത് പോയി എന്ന് പറയാൻ സാധാരണ നിലയിൽ മര്യാദയ്ക്ക് നടക്കുന്ന ഒരു പെണ്ണിൻ്റെ അടുത്ത് അങ്ങനെ നോക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകും. നല്ല നിലയിൽ മാന്യമായ വസ്ത്രം ധരിച്ച് മക്കനെ കേട്ട് പോകുന്ന ഒരു പെണ്ണിനെ ചെക്കന്മാർ നടന്നാലും ലേശം ഒരു പേടിയുണ്ടാവും. അല്ലാഹു തആല ഒരു പേടി ഇട്ട് കൊടുക്കും. അതേസമയം നെഞ്ചിൻ്റെ മാംസമുള്ള ഭാഗങ്ങളൊക്കെ പുറത്ത് കാണിച്ചുകൊണ്ട് നല്ല ടൈറ്റായിട്ട് ടീഷർട്ടും ജീൻസും ഒക്കെ ഇട്ടിട്ട് നടക്കുമ്പോൾ സ്വാഭാവികമായും പിശാചായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അവിടെ അധമ മനസ്സിൻ്റെ വികാരപൂർത്തീകരണത്തിൻ്റെ ഉദ്ദേശമുള്ളത് കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് സത്യം. അപ്പം അധമ മനസ്സാണ് ഈ മനുഷ്യൻ്റെ വിവരവും വിശ്വാസവും അവൻ്റെ പെരുമാറ്റത്തെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. അപ്പം അടിസ്ഥാനപരമായ വിവരവും വിശ്വാസവും യഥാർത്ഥത്തിൽ ഹക്കായ വിശ്വാസം, സത്യവിശ്വാസം ഉണ്ടെങ്കിലേ ഈ ലൈംഗിക സദാചാരം സമ്പൂർണ്ണമായി പാലിക്കാൻ കഴിയുള്ളൂ എന്ന ഒരു യാഥാർത്ഥ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അത് പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി വിജയിക്കുവാൻ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നഹ്സീ സനാഅൻ കമാ അസ്നൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്
كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي ثانيا بتقوى الله. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുന്നു. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് മുതലായ ഇബാദത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് പലപ്പോഴും മടിയുണ്ടാവില്ല. പക്ഷെ അതിനോടനുബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ ഇത്തരം സദാചാര നടപടിക്രമങ്ങൾ അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നല്ല സത്യവിശ്വാസികളുടെ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോകുന്ന കുട്ടികൾ യഥാർത്ഥത്തിൽ അവരുടെ വിശ്വാസത്തിൻ്റെ വെളിച്ചമായി ഇങ്ങനെ നടക്കും. അവരുടെ വിശ്വാസം എത്ര ഉണ്ടെന്ന് മോളെ നോക്കി അറിയാം. നിസ്കാരം കാര്യങ്ങളൊക്കെ അത് ആദത്താണ്, പരമ്പരാഗതമായി വാപ്പ അപ്പന്മാരൊക്കെ ചെയ്തതുകൊണ്ട് നമ്മൾ ചെയ്ത് അങ്ങനെ പഠിച്ചു പോകണതാണ്. വിവരമുണ്ട്. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ കമ്മിയാണ് എന്ന് വാപ്പൻ്റെ ഈമാൻ മക്കളെ നോക്കിയാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് പെൺമക്കളെ നോക്കിയാൽ ഉപ്പൻ്റെ ഈമാൻ മനസ്സിലാവും, ഉമ്മൻ്റെ ഈമാൻ മനസ്സിലാവും. ഗൗരവമുള്ള സംഗതി. നേരെ വളർത്തു അംഫുസകും വാഹിലികും നാറ. നിങ്ങൾ നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും നരകത്തിയിൽ നിന്ന് രക്ഷിച്ചോളണം. ഒരാൾ മാത്രമല്ല, സ്വന്തം രക്ഷപ്പെട്ടാൽ മാത്രം പോരാ. അങ്ങനെയുള്ള സ്വാർത്ഥന്മാർ എന്നും അല്ലാഹു തആല പഠിച്ചിട്ടില്ല എന്നുള്ള. മനുഷ്യർ സാമൂഹ്യ ജീവിയാണ്. അവൻ ഒറ്റയ്ക്കല്ല, അവന് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അല്ലെങ്കിൽ ഉമ്മുണ്ട്, വാപ്പുണ്ട്, കുടുംബമുണ്ട്. അപ്പം സമൂഹത്തിൽ ജീവിക്കുമ്പോഴാണ് അവന് ജീവിതത്തിൻ്റെ ആസ്വാദനം അനുഭവിക്കുന്നത്. അപ്പം നമ്മളെ ചുറ്റുപാടുകൾ കണ്ടാൽ വീട്ടിൽ ചെന്ന് കയറിയാൽ മനസ്സിലാവും. അവിടെ വെച്ചിരിക്കുന്ന ഫോട്ടോകൾ, ചിത്രങ്ങൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഉള്ളിൽ എന്താണ് എന്ന് നമ്മുടെ ചുമരിലേക്ക് കാണാൻ പറ്റും. നമ്മളെ വണ്ടിയിൽ നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മളെ എഴുത്തിലും നമ്മളെ നടത്തത്തിലും നമ്മളെ പോക്കിലും നമ്മളെ ചർച്ചയിലും ഒക്കെ നോക്കിയാൽ മനസ്സിലാവും നമ്മളെ ഈമാൻ എവിടെയാണ് നിൽക്കുന്നത്. നഫ്സുൽ അമ്മാറയുടെ കൂടെയാണോ നഫ്സുൽ ലവ്വാമയുടെ കൂടെയാണോ നിൽക്കുന്നത്? ഇങ്ങനെയൊക്കെ തോന്യാസം പെരുമാറുമ്പോൾ യഥാർത്ഥത്തിൽ അത് നമ്മളെ കുഴപ്പമല്ല, നമ്മളെ നഫ്സിൻ്റെ കുഴപ്പം എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായി ഈമാൻ്റെ കുഴപ്പമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. വളരെ ഗൗരവമായി എടുത്തില്ലെങ്കിൽ നമ്മൾ ഈ കുമ്പിട്ടിരിക്കണോണ്ടും തലയിട്ടിരിക്കണോണ്ടും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇതാരെങ്കിലും ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെങ്കിലും വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ വേണ്ടിയൊന്നുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മദാലിക അസ്കാനക്കും, അതാണ് നിങ്ങൾക്ക് പരിശുദ്ധിയുള്ളത്, അതിലാണ് നിങ്ങൾക്ക് നന്മയുള്ളത്, അതിലാണ് നിങ്ങൾക്ക് ആസ്വാദനമുള്ളത്, അതിലാണ് നിങ്ങൾക്ക് വിജയമുള്ളത്. കേട്ടുള്ളൂ, മനസ്സിലാക്കിക്കൊള്ളൂ. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. വളരെ സ്നേഹമസൃണമായ ഭാഷ. ഒരൊറ്റ സ്ഥലത്തും ഇവിടെ താക്കീതിൻ്റെ വാക്കുകൾ ഒരൊറ്റ വാക്ക് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ വക സംഗതികളൊക്കെ പറയുമ്പോൾ താക്കീതിൻ്റെ ഒരു വാക്ക് ഉപയോഗിക്കുന്നില്ല. സ്നേഹത്തിൻ്റെ അനിർവചനീയമായ കുത്തൊഴുക്ക്, സ്നേഹത്തിൻ്റെ ഒഴുക്ക്, അള്ളാഹുവിൻ്റെ സ്നേഹം, അത് റഹ്മത്ത്. ആ സ്നേഹം ഖുർആനായിട്ട് ഇങ്ങോട്ട് വരികയാണ്. ആ സ്നേഹം മുഹമ്മദായിട്ട് നമ്മുടെ മുന്നിൽ എഴുന്നേറ്റിരിക്കുകയാണ്. അതാണ് റഹ്മത്ത്. ഖുർആൻ റഹ്മത്താണ്, മുഹമ്മദ് റഹ്മത്താണ് എന്നൊക്കെ പറഞ്ഞില്ലേ. റഹ്മത്തുൽ ലിൽ ആലമീൻ. ഖുർആൻ അള്ളാഹുവിൻ്റെ സ്നേഹം അത് ഖുർആന്റെ കോലത്തിലാക്കി ജിബ്രീലിലൂടെ മുഹമ്മദിൻ്റെ ഹൃദയത്തിലെത്തിച്ച് മുഹമ്മദ് എന്ന മനുഷ്യനാക്കി നമ്മുടെ മുന്നിലേക്ക് ഒന്ന് നടത്തുകയാണ്. ഭൂമിയിൽ ചലിക്കുന്ന ഖുർആനായിരുന്നു അള്ളാഹിൻ്റെ പ്രവാചകൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മുഹമ്മദ് അടിമുടി കാരുണ്യമാണ്, മുഹമ്മദ് സ്നേഹമാണ്, മുഹമ്മദ് ലാളിത്യമുള്ളവനാണ്, മുഹമ്മദ് മാതൃകാ പുരുഷനാണ്, മുഹമ്മദ് എല്ലാ നിലക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പേര് കേട്ടാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ആശംസിക്കണമെന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ മാലാഖമാർ പോലും സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അതിമഹത്തായ വ്യക്തിത്വം. ഭൂമിയിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ഇഴഞ്ഞ് നടന്നതിൻ്റെ തെളിവാണ്. ആ മുഹമ്മദിൻ്റെ വീട്ടിലാണ് ഈ സംഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ട് നമ്മുടെ കൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. സദാചാരത്തിൻ്റെ രീതിശാസ്ത്രം ഇതാണ് മക്കളെ, ഇത് പഠിച്ചോളൂ. പക്ഷെ മനുഷ്യരെ, നിങ്ങൾ ഈ പിശാചിൻ്റെ ദൗർബോധനമുള്ള നഫ്സിൽ അമ്മാറുള്ളത് കൊണ്ട് പലപ്പോഴും തെറ്റുപറ്റി പോകും. അതുകൊണ്ട് അവസാനം പറയുന്നത് വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഒന്നായിട്ട് തൗബ ചെയ്ത് മടങ്ങിക്കൊള്ളുക, നിങ്ങൾ വിജയിക്കാം. അപ്പം തൗബ, അടിക്കടി തൗബ ചെയ്തുകൊണ്ട് സദാചാരത്തിൻ്റെ ധർമ്മനീതിയും രീതിശാസ്ത്രവും കാത്ത് സംരക്ഷിച്ച് ജാഗരൂകയായി തഖ്വയോടെ ജീവിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ സദാചാരത്തിൻ്റെ യഥാർത്ഥ രൂപത്തിൽ നടന്ന് അതിൻ്റെ ആസ്വാദനം മറ്റൊരു തരം ആസ്വാദനമാണ്. അതായത് ശരീരഭാഗങ്ങൾ പുറത്ത് കാണിക്കുന്നതിന് എക്സിബിഷനിസം എന്ന ആധുനിക മനഃശാസ്ത്രജ്ഞൻ പറയുന്ന ഒരു മാനസിക രോഗമാണ്.
ശരീരം മറച്ചു വെക്കേണ്ട ഭാഗം പുറത്ത് കാണിച്ചിട്ട് ആനന്ദം അനുഭവിക്കുന്നതിന് ഒരു നെഗറ്റീവ്, അതായത് അത് മോശമായ ഒരു സ്വഭാവം, അതൊരു ആനന്ദമാണ്. അതിന് എക്സിബിഷനിസം എന്ന് പറയാം, പ്രദർശനാത്മകത എന്ന് പറയുന്ന ഒരു മാനസിക രോഗമാണ്. അത് പലതരത്തിലുണ്ടാവും. അതായത് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ നെളിഞ്ഞു കിടന്നിട്ട് പ്രദർശിപ്പിക്കുക. അത് പണത്തിൻ്റെത്, പ്രതാപത്തിൻ്റെത്, അതുപോലെ തന്നെ വസ്തുവകളുടേത്, കാറുകളുടേത്, വീടുകളുടേത്, സൗന്ദര്യം. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യം, സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. സൗന്ദര്യം കൊണ്ട് സ്വർഗം തടയപ്പെട്ടു പോകരുത്. സൗന്ദര്യം എല്ലാവരും ഇഷ്ടപ്പെടുന്ന സംഗതിയാണ്, ആഗ്രഹിക്കുന്ന സംഗതിയാണ്. പക്ഷേ ആ സൗന്ദര്യം അല്ല തന്നാൽ അത് സ്വർഗത്തിനൊരു തടസ്സമായി മാറരുത്. സൗന്ദര്യം സ്വർഗത്തിന് തടസ്സമായി മാറരുത്. എപ്പോഴും ചെവിയിൽ അലയ്ക്കാനുള്ള സംഗതി ഞങ്ങളുടെ സൗന്ദര്യം, അത് സ്വർഗത്തിന് തടസ്സമായി മാറരുത്. അത് ജീവിതത്തിൻ്റെ അല്ലാഹു നിശ്ചയിച്ച മാർഗങ്ങളിലൂടെ, മനോമോഹനങ്ങളായ ആസ്വാദനങ്ങളിലൂടെ സ്വർഗം നേടിയെടുത്ത അനന്തമായ അനുഭൂതിയിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയായി ഉപയോഗപ്പെടുത്തണം. അതൊരനാമത്താണ്. സൗന്ദര്യം ഒരു നമ്മളെ ഏൽപ്പിച്ചൊരു സൂക്ഷിപ്പ് മുതലാണ്. അതിൽ തഖ്വയുണ്ട്. തഖ്വയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യണം. അങ്ങനെ കൈകാര്യം ചെയ്ത് വിജയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർളനാ അബൂബക്കർ വ ഉമർ വ ഉസ്മാൻ വ അലിയൻ റസൂലുള്ളാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഉസ്താദന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുൻകാല മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾക്കും പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. മുന്നിലെത്തിയ ആൾക്കാരുടെ കബറിടങ്ങളെ സ്വർഗ പൂങ്കാവനങ്ങളുള്ള പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. അവരുടെ കബറിടങ്ങളിൽ ആശ്വാസവും സമാധാനങ്ങളും അനുഗ്രഹിക്കണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് നീ ആശ്വാസവും സമാധാനവും ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകണേ തമ്പുരാനെ. അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവർക്ക് ആശ്വാസകരമായ ഒരു ജീവിതം ദുനിയാവിലും ആഖിറത്തിലും നൽകണേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ ആരോഗ്യത്തിനും പണത്തിനും നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ശാരീരികമായും മാനസികമായുള്ള പ്രയാസങ്ങൾ നീ മാറ്റിക്കളയണേ തമ്പുരാനെ. ഒരുപാട് സ്വകാര്യ ദുഃഖങ്ങളുണ്ട്, പുറത്തൊന്നും പറയാനാവാതെ നീറി അതുമായി നടക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അത്തരം എല്ലാ പ്രശ്നങ്ങളും ഏറ്റവും നന്നായി അറിയുന്നവർ നീയാണ് നാഥ. അതെല്ലാം പരിഹരിച്ച് നീ ഞങ്ങൾക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടി തരണേ തമ്പുരാനെ. ഞങ്ങളെ അനാരോഗ്യം നീ ശിഫിയാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ യുവതികൾക്കും യുവാക്കൾക്കും ഒക്കെ നീ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ വയസ്സന്മാരെ പ്രത്യേകം നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കുട്ടികളെ നേരായ മാർഗത്തിൽ തന്നെ വളർത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിത ഇടപാടുകളിൽ അനുഗ്രഹം ചെയ്യണേ നാഥ. അല്ലാഹുവേ, ശാന്തമായി ജീവിച്ച് ശാന്തമായി മരിച്ച് സംതൃപ്തിയോടെ നിന്നെ കാണാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, മരണത്തിൻ്റെ സക്രാത്തിൻ്റെ വേദന ഞങ്ങൾക്ക് നീ വളരെ ലഘുവാക്കി തരണേ തമ്പുരാനെ. ആശ്വാസകരമായി സംതൃപ്തിയോടുകൂടി വെള്ളം മരിച്ചു നിന്നേക്ക് വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഖബറിടം നീ വിശാലമാക്കണേ തമ്പുരാനെ. റഹ്മാനായ നാഥ, മഹ്ശറിൽ നിന്ന് ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ നിന്റെ ലിഫാഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നരകശിക്ഷയിൽ ഞങ്ങളെ കാക്കണേ നാഥ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന സ്വീകരിച്ച് ഉത്തരം നൽകണേ നാഥ. മറ്റൊരു ഇലാഹിൻ്റെ മുന്നിൽ, മറ്റൊരു രക്ഷകന്റെ മുന്നിൽ ഞങ്ങൾക്ക് സമർപ്പിക്കാനില്ല. ഇല്ലേ ഇല്ല എന്ന് 100% ഉറപ്പോടുകൂടി പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ നിന്റെ നേരെ കൈ നീട്ടും നാഥ. ഈ കൈ തട്ടല്ലേ നാഥ. ഈ കൈകൾ തട്ടാതെ ഇതിന് ഉത്തരം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഉത്തരം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഹിദായത്തോടെ ജീവിച്ച് ഹിദായത്തോടെ തന്നെ നിന്നിലേക്ക് എത്താനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين.